ഹായ്, ഡ്രീം വിത്ത് ബിലീവ് ഡു ഇറ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനി എന്നുള്ള ഫോർമുലാസും ടിപ്സുമാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്തമാറ്റിക്സ് ലേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമുക്കൊരു പുതിയ ടിപ്സുമായി കടന്നു വരാം. ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ലോകമാണ്. പക്ഷേ മാറാത്ത കുറേ മനുഷ്യരുമുണ്ട്. ലോകത്ത് അനുദിനം മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ അണുവിലും, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകം ഇന്ന് കാണുന്ന ലോകത്തിൻ്റെ അവസ്ഥയല്ല നാളെ. ഓരോ പുൽക്കൊടിയും ഓരോ മണൽത്തരിയും മാറ്റത്തിലോട്ട് സഞ്ചരിക്കുന്നു. ജീവിതത്തിൽ മാറ്റമില്ലാത്ത ഒരു കാര്യവും ഇല്ല എന്നത് വസ്തുതയാണ്. ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ട് നമ്മൾ മാറണം? നമ്മൾ മാറിയേ മതിയാവൂ. മാറ്റം ഉൾക്കൊണ്ടില്ലെങ്കിൽ നമ്മുടെ കാലം നമ്മളെ മാറ്റുന്നതാണ്. കാലത്തിനനുസരിച്ച് കോലം കെട്ടലല്ല, പോസിറ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ചേഞ്ച്. നമ്മൾ മുമ്പേ മാറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ മാറ്റത്തിന് മുമ്പേ സഞ്ചരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ മാറ്റത്തിനൊപ്പം സഞ്ചരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒട്ടു പിറകെയല്ലാതെയും സഞ്ചരിക്കില്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന്, ഈ സോഷ്യൽ പരിസ്ഥിതിയിൽ നമ്മൾ ഔട്ടാവും. നമുക്ക് ഉദ്ദേശിച്ച വിജയത്തിലെത്താൻ സാധിക്കില്ല. എങ്ങനെ നിങ്ങൾ മാറും? മാറ്റം എന്ന് പറയുന്നത് കേവലം ഇമിറ്റേഷൻ അല്ല, അല്ലെങ്കിൽ എല്ലാവരും മാറുമ്പോൾ കാലത്തിനനുസരിച്ച് കോലം തുള്ളുന്നല്ല. നമ്മളെ ഇന്റേണൽ മാറ്റം. നിങ്ങൾ മാറാൻ റെഡിയല്ലെങ്കിൽ നിങ്ങളെ ആർക്കും മാറ്റാൻ സാധിക്കില്ല. യു ഷുഡ് റെഡി ഫോർ ചേഞ്ച്. യുവർ ആറ്റിറ്റ്യൂഡ്, യുവർ ബിലീഫ്, യുവർ creativity, all things you should internally change, not external change. ഇതല്ലെങ്കിൽ, കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ കാലം നിങ്ങളെ ഫോഴ്സ്ഫുൾ ആയിട്ട് നിങ്ങളെ മാറ്റും. ആ മാറ്റം ഒരിക്കലും കംഫർട്ട് ആയിരിക്കില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കംഫർട്ട് സോണിൽ തുടരാനാണ്. ഈ കംഫർട്ട് സോണിൽ തുടർന്നാൽ നമ്മൾക്കത് സുഖമായി തോന്നുമെങ്കിലും ഒരു പരിധിക്കപ്പുറം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ദുഃഖത്തിലോട്ട് നമ്മളെ നയിക്കുന്നതാണ്. എപ്പോഴാണ് മാറേണ്ടത്? സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ, സാംസ്കാരിക, തൊഴിൽ രംഗത്ത്, പ്രത്യേകിച്ച് കരിയർ രംഗത്ത് ഒരുപാട് മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാറ്റത്തിന് മുമ്പേ സഞ്ചരിച്ചവർ, പ്രത്യേകിച്ച് ലോകത്ത് വന്ന മാറ്റമാണ് കാർഷിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, കമ്പ്യൂട്ടർ റവല്യൂഷൻ, IT റവല്യൂഷൻ. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് നാം കണ്ടുവരിക്കും. ഈ മാറ്റത്തിൽ, വിപ്ലവകരമായ മാറ്റത്തിൽ മുമ്പേ സഞ്ചരിച്ചവർ, അല്ലെങ്കിൽ ഒട്ടും പിറകെയില്ലാതെ ഒപ്പം സഞ്ചരിച്ചവർക്കാണ് ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചവർ. അത് പോസിറ്റീവായി ഉൾക്കൊള്ളുന്നത് അവർക്ക് പരമാവധി അതുപയോഗിച്ച് അവർക്ക് ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മാറ്റം ഉൾക്കൊള്ളുമ്പോൾ ഒന്നുകിൽ മാറ്റത്തിന് മുമ്പേ സഞ്ചരിക്കും, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ ഏറി എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മാറ്റത്തിനൊപ്പമെങ്കിലും സഞ്ചരിക്കണം. മാറ്റത്തിന് വളരെ പിറകിലായാൽ സമൂഹം നമ്മളെ നിർബന്ധിതമായി മാറ്റും. ആ മാറ്റം ഒരിക്കലും കംഫർട്ട് ആവില്ല. ഇത്തരം ടിപ്സ് ആൻഡ് മോട്ടിവേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്തമാറ്റിക്സ് ലേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഓൾ.